അവൈക്ക് യൂത്ത് മ്യൂസിക്കൽ റിട്രീറ്റ് നടത്തപ്പെട്ടു. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ എളംകുളം ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ അവൈക്ക് യൂത്ത് മ്യൂസിക്കൽ റിട്രീറ്റ് നടത്തപ്പെട്ടു. എളംകുളം ഇടവകയിലെ വികാരി ബഹുമാനപ്പെട്ട ജോയ് ഐനിയാടനച്ചന്റെയും ബഹുമാനപ്പെട്ട അലക്സ് തേജസ്സച്ചന്റെയും ബഹുമാനപ്പെട്ട ലിജോയ് വടക്കഞ്ചേരി അച്ഛന്റെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെയും KCYM യൂണിറ്റിന്റെയും ഇടവക വിശ്വാസികളുടെയും ഒത്തൊരുമയാർന്ന പ്രയത്നത്തോടെയായിരുന്നു 3 ദിവസത്തെ റെസിഡൻഷ്യൽ അവൈക്ക് യൂത്ത് മ്യൂസിക്കൽ റിട്രീറ്റ് നടത്തപ്പെട്ടത്. ആധുനിക കാലഘട്ടത്തിന്റെ സാധ്യതകൾ ലൈറ്റ്, സൗണ്ട്, മ്യൂസിക് ഉപയോഗിച്ച് യുവജനങ്ങൾക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാനായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപത വൈദികനും യൂറോപ്പ് യൂത്ത് അപ്പസ്റ്റോലിക് ഡയറക്ടറും യൂറോപ്പ് ഇവാഞ്ചലൈസേഷൻ ഡയറക്ടറും യൂറോപ്പ് സീറോ മലബാർ സഭയുടെ വികാരി ജനറാളുമായ ബഹുമാനപ്പെട്ട ബിനോജ് മുളവരിക്കൽ അച്ഛന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട മ്യൂസിക്കൽ ധ്യാനമായിരുന്നു അവൈക്ക് യൂത്ത് മ്യൂസിക്കൽ റിട്രീറ്റ്. എളംകുളം ഇടവകയിലെ യുവജനങ്ങൾക്ക് മാത്രമെന്നില്ല, കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും അവൈക്ക് മ്യൂസിക്കൽ റിട്രീറ്റിൽ പങ്കെടുക്കുവാനായി യുവാക്കൾ എത്തിച്ചേർന്നിരുന്നു. തങ്ങൾ ആദ്യമായാണ് ഇങ്ങനെയൊരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് ഭൂരിഭാഗം യുവജനങ്ങളും സാക്ഷ്യപ്പെടുത്തിയത്. എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സെന്റ് ജലൂസ് റവറന്റ് ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി ധ്യാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമ ആക്ടറും എഴുത്തുകാരനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും റേഡിയോ മിർച്ചി മുൻ RJ-യുമായിരുന്ന ശ്രീ ജോസഫ് അന്നംകുട്ടി ജോസ് യുവജനങ്ങൾക്ക് കുംഭസാരം എന്ന കുദാശയുടെ മഹത്വത്തെപ്പറ്റിയും കുംഭസാരം എങ്ങനെ തന്റെ ജീവിതം മാറ്റിമറിച്ചുവെന്നും കുംഭസാരം എങ്ങനെ അനുഭവമാക്കാമെന്നും പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. നിവേദിത ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സൈക്കോ സ്പിരിച്വൽ ഫോർമേഷൻ ആൻഡ് ഫെലോഷിപ്പ് സ്ഥാപനത്തിന്റെ ഡീൻ ഓഫ് സ്റ്റഡീസ് ബഹുമാനപ്പെട്ട ജോ പോൾ കിരിയന്താനച്ചൻ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചു. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന പ്രഗത്ഭരായ വ്യക്തികളായിരുന്നു ഇൻസ്ട്രുമെന്റ്സ്, വോക്കൽസ്, സൗണ്ട്, ലൈറ്റ് എന്നിവയ്ക്കെല്ലാം എത്തിച്ചേർന്നിരുന്നത്. തങ്ങൾക്ക് ഇതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു എന്നാണ് ധ്യാനത്തിൽ പങ്കെടുത്ത യുവജനങ്ങൾ പറഞ്ഞത്. ഇത്രയും നാൾ ഈശോ എന്ന് കേട്ടാൽ എന്തോ എവിടെയുള്ള ഒരു ദൈവം, തെറ്റ് ചെയ്താൽ വിധിക്കുന്ന ദൈവം എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈശോ എന്നെ പോലെ ഒരു മനുഷ്യനാണെന്നും ഈശോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നും എന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സാരമില്ല എന്ന് പറഞ്ഞ് വീണ്ടെടുത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ എനിക്ക് പ്രതീക്ഷ നൽകുന്നവനാണ് എന്റെ ദൈവമെന്നും പറഞ്ഞ ഒരു യുവതിയുടെ സാക്ഷ്യം കണ്ണു നിറയ്ക്കുന്നതായിരുന്നു. ഇതുവരെയായിട്ടും കിട്ടാത്ത ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് കിട്ടിയതെന്നും ഇനിയും ഇതുപോലെ ഒത്തുകൂടി ഈശോയെ ആരാധിക്കുവാൻ തങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുവെന്നും പങ്കെടുത്ത ഭൂരിഭാഗം പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു.